അന്ന് സാറ് മലേഷ്യയിൽ നിന്ന് കേരളത്തിൽ വന്ന് പഠിച്ചു. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇവിടുന്ന് ആൾക്കാർ പല രാജ്യങ്ങളിലായി പഠിക്കുന്നത്. 2018 കണക്ക് പറയുകയാണെങ്കിൽ ഏകദേശം 1.5 ലക്ഷം ആൾക്കാരാണ്, സ്റ്റുഡൻസ് ആണ് ഇവിടുന്ന് പുറത്തോട്ട് പോയി പഠിച്ചത്. 2023 വന്നപ്പോഴത്തേക്കും 3 ലക്ഷം പേരിലേക്ക് മാറി. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രകാരം കേരളത്തിൽ 35 ലക്ഷം അതിഥി തൊഴിലാളികളുണ്ട്. ഈ അതിഥി തൊഴിലാളികൾ അവരുടെ നാട്ടിലേക്ക് അയക്കുന്നത് പ്രതിവർഷം 42,000 കോടി രൂപയാണ്. സർക്കാരിൻ്റെ കണക്ക് പ്രകാരം കേരളത്തിൽ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയാം 25 ലക്ഷം പേരുണ്ട്. നമുക്കിവിടെ ജോലിയില്ലാത്ത കുഴപ്പമാണോ? 35 ലക്ഷം പേര് നമ്മുടെ ജോലിയും കൊണ്ടുപോയി, 25 ലക്ഷം പേര് വീട്ടിൽ ഇരിക്കുന്നു. ഈ കുട്ടികളൊന്നും ജോലി ചെയ്യുന്നില്ല. നമ്മളവിടെ വർക്ക് ചെയ്യുന്ന 18 ലക്ഷം പേരാണ്. ഈ 18 ലക്ഷം പേര് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഈ വന്നിരിക്കുന്ന ജോലി ചെയ്യുന്ന ആരാ? അന്യ സംസ്ഥാനത്ത് തൊഴിലാളികൾ. ശരാശരി ഇവർക്കെല്ലാം 25,000 രൂപ 30,000 രൂപ കിട്ടുന്നുണ്ട്. ഇന്ന് ഒരു ഗ്രാജുവേറ്റ് ആയിട്ടോ ഒരു എഞ്ചിനീയർ ആയിട്ടോ പാസ്സാകുന്ന കുട്ടികൾ ഇന്ന് ടെക്നോ പാർക്കിൽ പോയാൽ കിട്ടുന്നത് ആദ്യത്തെ ബ്രേക്കിൻ്റെ തുക എത്ര? 20,000 വരെ പോകും. ആ ഒരു ശമ്പളത്തിനാലും കൂടുതൽ ഇവിടെ കിട്ടുന്നുണ്ട്.